എറണാകുളത്ത് വിപണികളിലെല്ലാം വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പ്രധാന വ്യാപാര കേന്ദ്രമായ ബ്രോഡ്വേയിൽ രാവിലെ മുതൽ തന്നെ നിന്നു തിരിയാനിടമില്ലായിരുന്നു. കൊച്ചിയിൽ നിന്നും എബി ജോൺ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എന്ന് പറയുന്നത് ശരിക്കും എറണാകുളത്തെ അല്ലെങ്കിൽ എറണാകുളത്തെ ഒഴിവാക്കിക്കൊണ്ടൊരു ഓണാഘോഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളത്. കാരണം ഈ ഓണത്തിന്റെ സങ്കല്പവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങൾ എന്ന് പറയുന്നത് തൃക്കാക്കര, ഒപ്പം തന്നെ ഈ തൃപ്പൂണിത്തറ, രണ്ട് സ്ഥലങ്ങളാണ്. ഒപ്പം ഓണാഘോഷം തുടങ്ങുന്നത് തന്നെ കൊച്ചിയിൽ നിന്ന്, എറണാകുളത്ത് നിന്നാണ് നമ്മുടെ അത്തച്ചമയ ഘോഷയാത്രയുടെ ആഘോഷം തന്നെ തുടങ്ങുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് കേന്ദ്രം എന്ന് പറയുന്നത് ശരിക്കും എറണാകുളം തന്നെയാണ്, മധ്യ കേരളം തന്നെയാണ് എന്നുള്ളത് ആ നിലയ്ക്കുള്ള അവകാശവാദം കൂടി. എന്തായാലും അതിനെയൊക്കെ അന്വർത്ഥമാക്കുന്ന നിലയ്ക്ക് തന്നെയുള്ള ഒരു പ്രതികരണം നമുക്ക് ഇന്നത്തെ ഈ ഉത്രാടപ്പാച്ചിലിൽ കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. രാവിലെ മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു തിരക്ക്. രാവിലെ നമ്മൾ വരുന്ന സമയത്ത് ഈ പൂവിപണി മാത്രമാണ് ഏറ്റവും സജീവമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം ഈ ഒരു നേരം പുലർന്ന് അതിന് കഴിഞ്ഞ് സൂര്യനൊക്കെ ഉദിച്ച് ഏതാണ്ട് ഒരു 10 മണി സമയത്തോടൊക്കെ വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള തിരക്കിലേക്ക് വരുന്നു. അതിനുശേഷം 10, 11, 12 മണി വരെയൊക്കെ വലിയ രീതിയിൽ നല്ല രീതിയിലുള്ള തിരക്കുകളൊക്കെ അനുഭവപ്പെടുന്നു. തുടർന്ന് ഒരു ഉച്ചയ്ക്ക് വെയിൽ മൂത്ത സമയത്ത് ഒരു നേരിയ കുറവ് വരുന്നു. അതിനുശേഷം ഇപ്പോൾ വൈകുന്നേരത്തോടു കൂടി കുടുംബത്തോടു കൂടി ആളുകൾ എല്ലാവരും തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നു, സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എത്തുന്നു. ആ ഒരു കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണുന്നത്. നമ്മളിപ്പോൾ ബ്രോഡ്വേയിലാണുള്ളത്. തിരക്ക് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എല്ലാ ഓണക്കാലത്തും അല്ലെങ്കിൽ ആഘോഷ സമയങ്ങളിലെല്ലാം തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ആഘോഷം അതിന്റെ തട്ടുപൊളിപ്പൻ പരിപാടികളുമായി വലിയ ഒരു കാഴ്ച വിരുന്ന് തന്നെ നമുക്ക് ഈ ഒരു ബ്രോഡ്വേയിൽ എത്തിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. എല്ലാ തരത്തിലും സാധനങ്ങളും വാങ്ങുന്നതിനായി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഓണം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുമുള്ള പുതുമ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പുതുമ നൽകുന്ന ഒരു സന്ദേശം നൽകുന്ന ഒരു ആഘോഷം കൂടിയാണ്. അപ്പോൾ അതിന്റെ തന്നെ ഒരു നമുക്ക് പുത്തൻ ഉടുപ്പ്, ഓണക്കോടി എന്നൊക്കെ പറയുന്നത് ഈ ആഘോഷത്തിന്റെ ഒരു ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള വലിയ വിപണിയിലെ വലിയ സാധ്യതകൾ കൂടി ഇവിടെ തുറന്നെടുത്ത ഒരു സംഭവം കൂടിയുണ്ട്. ആളുകൾക്ക് ഇവിടേക്ക് വരിക, അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും. ഓരോ വില കേന്ദ്രീകരിച്ച് തന്നെയുള്ള അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള സംഭവങ്ങൾ തന്നെ അവർക്ക് എടുക്കാൻ കഴിയുന്ന ഒരു നില കൂടിയുണ്ട്. ആ നിലയ്ക്കുള്ള നമുക്കൊരു പ്രദർശനം എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ കഴിയും. ആ നിലക്കാണ് ഈ ആഘോഷത്തിലേക്ക് എത്തുന്നത്. എന്തായാലും ഈ ഉത്രാടപ്പാച്ചിൽ അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ അതിന്റെ വീര്യം കൂടിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയാം. ഒപ്പം തന്നെ അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഉത്രാടപ്പാച്ചിൽ അവസാന മണിക്കൂറിലാണ്. തിരുവോണം പുലരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വലിയ ആഘോഷത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ, സംഭവങ്ങൾ, അങ്ങനെയൊക്കെ നമുക്ക് ഒരു വിഷയമാണെങ്കിൽ പറയാം. ആ നിലയ്ക്ക് എല്ലാ സാധനങ്ങളും അവസാനവട്ട ഓട്ടത്തിലൂടെ വാങ്ങുക, അതിൽ ആഘോഷം അതിന്റെ ഏറ്റവും മനോഹാരിതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മുഴുവൻ സംഭവങ്ങളും അതിന് അനുകൂലമാകുന്ന നിലയിൽ വാങ്ങുക എന്നുള്ളത് തന്നെയാണ് ഈ ഉത്രാടപ്പാച്ചിലിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് വേണ്ടി അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇവർ വാങ്ങിക്കൂട്ടുന്ന ഒരു നില തന്നെയുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ആഘോഷങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ഏറ്റവും നിറവിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള തിരക്കിൽ തന്നെയാണ് ആളുകൾ എല്ലാവരും തന്നെ ഉള്ളത്. ഓണത്തിന്റെ ആഘോഷം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക്, ഓണം അതിന്റെ ആഘോഷത്തിന്റെ നിറവിലേക്ക് എത്തുന്നതിൽ അല്ലെങ്കിൽ എത്തിക്കുന്നത് ഉത്രാടപ്പാച്ചിൽ തന്നെയാണ്. ഉത്രാടപ്പാച്ചിലാണ് ആഘോഷത്തിന്റെ മുഴുവൻ സംഗതികളിലേക്കും അല്ലെങ്കിൽ ആഘോഷം ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സമാഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഉത്രാടപ്പാച്ചിലിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അത് മുൻ വർഷങ്ങളിൽ നമ്മൾ കണ്ടുവന്നതിനെ പോലെ തന്നെ അതിനെ കൃത്യമായ രീതിയിൽ അനുസ്മരിപ്പിക്കുന്ന നിലയിൽ തന്നെയുള്ള ഒരു തിക്കും തിരക്കും ഒക്കെ തന്നെയാണ് നമുക്ക് കൊച്ചിയിലും കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. എറണാകുളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഓണവുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങളിൽ അല്ലെങ്കിൽ അതിന്റെ ഐതിഹ്യങ്ങളിലൊക്കെയും പറയപ്പെടുന്ന സ്ഥലം അത് കൃത്യമായ രീതിയിൽ എറണാകുളത്ത് തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. എറണാകുളം തൃക്കാക്കരയും ഒപ്പം തന്നെ തൃപ്പൂണിത്തറയും ഒക്കെ ഈ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു ഓണം നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കൂടി കഴിയാത്ത ഒരു കാര്യം കൂടിയാണ്. സംസ്ഥാനത്ത് തന്നെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് പോലും തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിലൂടെയാണ്. അതിനുശേഷം തൃക്കാക്കരയിലാണ് ഏറ്റവും വലിയ ഓണാഘോഷം നടക്കുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓണാഘോഷം നടക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എറണാകുളത്തിന് ഈ ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ അത് കൃത്യമായ രീതിയിലുള്ള ഒരു സ്ഥാനം കൂടി ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒപ്പം നമുക്ക് ഈ വിപണിയിലെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ആഘോഷത്തിന്റെ ഒക്കെ ഒരു സമയം കൂടിയാണ്. അപ്പോൾ സദ്യവട്ടങ്ങൾ ഒരുക്കുക, അപ്പോൾ ഓണക്കോടി ധരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇതിനായി ബന്ധപ്പെടുത്തിയുണ്ട്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ 10 ദിവസങ്ങളിൽ പൂക്കളങ്ങളുടെ ഒരു മേളം തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൂക്കളങ്ങൾ തന്നെ ഇതിന്റെ ഒരു നിറം, ഓണത്തിന്റെ നിറം എന്ന് പറയുന്നത് പൂക്കളങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പലതരത്തിൽ കളറാക്കുന്ന അല്ലെങ്കിൽ പല തരത്തിൽ ഈ ഓണത്തിന്റെ ആഘോഷങ്ങളെ കളറാക്കുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കാണാൻ കഴിഞ്ഞിരിക്കും. അതിന്റെ ഏറ്റവും അവസാന മണിക്കൂറുകളിലേക്ക് എത്തിയിരിക്കുന്നു ഉത്രാടപ്പാച്ചിൽ. അതിന്റെ അവസാന മണിക്കൂറിലേക്ക് എത്തുമ്പോൾ അവിടെ
കൃത്യമായി പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു തിരുവോണത്തിന്റെ ദിവസങ്ങളിൽ തിരുവോണത്തിലേക്ക് എത്താൻ വേണ്ടി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി എന്ന് തന്നെ പറയാനിരിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഉത്രാടപ്പാച്ചിൽ അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ തിരുവോണം പുലരാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് മാറ്റി വായിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ആഘോഷം അതിന്റെ ഏറ്റവും ഔന്നത്യത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും മനോഹാരിതയിൽ കൊണ്ടാടുന്നതിന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ സമാഹരിക്കുക തന്നെയാണ് ഈ ഉത്രാടപ്പാച്ചിലിന്റെ ലക്ഷ്യമായി നമുക്ക് പറയാൻ കഴിയും. ആ നിലയ്ക്ക് തന്നെ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വിപണിയിൽ കാണാൻ കഴിയുന്നുണ്ട്. പച്ചക്കറി ആണെങ്കിലും വാങ്ങുന്നതിന് അവസാനവട്ട ഒരുക്കങ്ങളാണ് നമുക്ക് ഈ ഉത്രാടപ്പാച്ചിലിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങുന്നു, ഒപ്പം തന്നെ വീട്ടിലേക്കുള്ള മറ്റു സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്നു, പുത്തൻ ഉടുപ്പുകൾ വാങ്ങുന്നു, ചെരുപ്പുകൾ വാങ്ങുന്നു. അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള മുഴുവൻ സംവിധാനങ്ങളും നമുക്ക് ബ്രോഡ്വേയിൽ കാണാൻ കഴിയുന്നുണ്ട്. ബ്രോഡ്വേയിൽ തിരക്ക് ആ നിലയ്ക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ രവി മേനോനൊപ്പം എബി ജോ തോമസ്, കേരള വിഷൻ ന്യൂസ്.